Hi students, next topic is collusive oligopoly. It is pricing under collusion. What do you mean by collusion? The term collusion means to play together. That is the term collusion. Collusion means to play together. That is the oligopolistic firms arrive at a formal agreement about price output extra instead of competing with each other. Such an agreement is known as collusion. അതായത് ഇപ്പോൾ ഒലിഗോപോളിസിൽ കുറെ ഫോംസ് ഇല്ലേ, ഫ്യൂ സെല്ലേഴ്സ് എന്ന് പറഞ്ഞു. ആ ഫ്യൂ സെല്ലേഴ്സ് എല്ലാം കൂടിയിട്ട് അവർ എന്താ ചെയ്യുന്നത്, ഒരു ഫോർമൽ എഗ്രിമെന്റ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് പ്രൈസ് ഔട്ട്പുട്ട് ഏത് പ്രൈസിലാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്, എത്ര ഔട്ട്പുട്ട് നമ്മൾ സെയിൽ ചെയ്യണം, അതിനെ കുറിച്ചൊരു എഗ്രിമെന്റ് ക്രിയേറ്റ് ചെയ്യണം. അവർ കോമ്പീറ്റ് ചെയ്യുന്നതിന് പകരം അവർ ഫോർമൽ ആയിട്ട് ഒരു എഗ്രിമെന്റ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കൊലൂഷൻ എന്ന് പറഞ്ഞാല്. അപ്പൊ അതാണ് കൊലൂസീവ് ഒലിഗോപോളി എന്ന് പറഞ്ഞാൽ. അപ്പൊ കൊലൂസീവ് ഒലിഗോപോളിയിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഇൻഡസ്ട്രിയിലുള്ള എല്ലാ ഫോംസും തമ്മിൽ എന്തുണ്ടായിരിക്കും, ഒരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കും, ഒരു കൊലൂഷൻ ഉണ്ടായിരിക്കും. ആ ഒരു ഫോർമൽ എഗ്രിമെന്റ് ബേസിലായിരിക്കും അവരുടെ എല്ലാ ട്രാൻസാക്ഷൻസും അവർ കണ്ടക്ട് ചെയ്യുന്നത്. ആ എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്ന പ്രൈസിലാണ് അവർ എന്ത് ചെയ്യുന്നത്, അവരുടെ സെയിൽസ് അവർ കണ്ടക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കൊലൂസീവ് ഒളിഗോപോളി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പലതരത്തിലുള്ള കൊലൂഷൻസ് ഉണ്ട്. അപ്പൊ കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കൊലൂഷൻ ആണ് കാർട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൊലൂഷൻ. കാർട്ടൽ എന്നാണ് അതിനൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫോം ആണിത്. കാർട്ടൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ കോമൺ സെയിൽസ് ഏജൻസി ഫോംഡ് ടു എലിമിനേറ്റ് കോമ്പറ്റീഷൻ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണത്. ആൻഡ് ഫിക്സ് സച്ച് എ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ദാറ്റ് വിൽ മാക്സിമൈസ് ദ പ്രോഫിറ്റ്സ് ഓഫ് ദി മെമ്പർ ഫേംസ്. അപ്പൊ അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഫേംസിനും അവരുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനായിട്ട് ആ ഒരു കോമ്പറ്റീഷൻ അവോയ്ഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അവരുടെ പ്രൈസും ഔട്ട്പുട്ട് ഒക്കെ ഫിക്സ് ചെയ്യാണ്. ആ ഒരു ഒരു ഏജൻസിനെ പറയുന്നത് കാർട്ടൽ എന്ന് പറഞ്ഞാല്. ഓക്കെ, ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്കിവിടെ പറയുന്നത് കാർട്ടലിന് ഒരു എക്സാമ്പിൾ ആണ്, നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഒപെക്, ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്. അപ്പൊ പെട്രോളിയം, അപ്പോ അവർ തമ്മിലൊരു പ്രൈസ് അവർ ഫിക്സ് ചെയ്യുന്നുണ്ട്, ഒരു ഫോർമൽ എഗ്രിമെന്റ് ഉണ്ട്. ഗ്രൂപ്പ് ഓഫ് നേഷൻസ് ദാറ്റ് സെൽസ് ഓയിൽ ഇൻ ദ വേൾഡ് മാർക്കറ്റ്. ഓയിൽ സെയിൽ ചെയ്യാനായിട്ട് അവർക്ക് അതിലെ മെമ്പർ നേഷൻസ് തമ്മിൽ അവരൊരു എഗ്രിമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവർ തമ്മിൽ കോമ്പറ്റീഷൻസ് ഇല്ല, അവർ ഫോർമൽ ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അവര് എന്താ പറയാ, ഒരുമിച്ചാണ് അവര് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ദ കാർട്ടൽ ഡിറ്റർമിൻസ് ദ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഫോർ ദ ഹോൾ ഓഫ് ദ ഇൻഡസ്ട്രി ആസ് വെൽ ആസ് ഫോർ ഈച്ച് മെമ്പർ ഫേംസ്. അപ്പോൾ ഇൻഡസ്ട്രിക്ക് മൊത്തമായിട്ട് ഓരോ മെമ്പർ ഫേംസിനും അവർ ഒരു പ്രൈസ് ഫിക്സ് ചെയ്യുന്നുണ്ട്, ഔട്ട്പുട്ടും പ്രൈസും ഫിക്സ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫോർമൽ എഗ്രിമെന്റ് ബേസിലാണ് അവിടെ ട്രാൻസാക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്. ദ കാർട്ടൽ ഡിറ്റർമിൻസ് ദ ഇക്വിലിബ്രിയം ടോട്ടൽ ഔട്ട്പുട്ട് ആസ് വെൽ ആസ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ഫോർ ഈച്ച് മെമ്പർ ഫേംസ്. അതായത് ആദ്യം തന്നെ ഇവർ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇൻഡസ്ട്രിക്ക് മൊത്തമായിട്ടുള്ള ഒരു ഇക്വിലിബ്രിയം തീരുമാനിച്ചിട്ട് അത് ഓരോ മെമ്പർ ഫേംസിനും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അതാണ് എന്തിൽ വരുന്നത്, കൊലൂസീവ് ഒളിഗോപോളിയിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു മൊത്തത്തിലൊരു ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് അവര് മെമ്പർ ഫേംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അതാണ് കൊലൂസീവ് ഒളിഗോപോളിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ കൊലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ടു പ്ലേ ടുഗദർ എന്നാണ് പറയുന്നത്. അപ്പൊ ഒളിഗോപോളിസ്റ്റിക് ഫോംസ് അവർ ഒരു ഫോർമൽ എഗ്രിമെന്റ് ക്രിയേറ്റ് ചെയ്യണം, ഫിക്സ് ദ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട്. They eliminate competition and to maximize their profits of member firms. അപ്പൊ മെമ്പർ ഫേംസിന്റെ പ്രോഫിറ്റ്സ് മാക്സിമൈസ് ചെയ്യുക, കോമ്പറ്റീഷൻ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു എന്താ പറയാ, ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കൊലൂസീവ് ഒലിഗോപോളി. അവിടെ പറയുന്നതാണ് ഒരു പലതരത്തിലുള്ള ഫോംസ് ഉണ്ട്. അതിലൊരു ഫോം ആണ് എന്ത്, കാർട്ടൽ എന്ന് പറയുന്നത്. കാർട്ടലിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എന്ത്, പെട്രോളിയം ഇൻഡസ്ട്രീസിന്റെ ഒരു സെയിൽസ് ഏജൻസി. അപ്പൊ ഇത്രയാണ് അതിൽ പറയുന്നത്. ദെൻ ഇതിന്റെ ഒരു ഡയഗ്രാം ആണ് കൊടുത്തിരിക്കുന്നത്. അതൊരു കണ്ട ഇൻഡസ്ട്രി, ഫേം എ, ഫേം ബി. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ആദ്യം തന്നെ എടുക്കുന്നത് ദർ ആർ ഓൺലി 2 ഫേംസ് ഇൻ ദ ഇൻഡസ്ട്രി. ഒരു അസംപ്ഷൻ ആണ്, 2 ഫേംസ് ആണ് ആ ഇൻഡസ്ട്രിയിലുള്ളൂ, ഫേം എയും ഫേം ബിയും. ഓക്കെ, ദ കാർട്ടൽ ഫസ്റ്റ് കാൽക്കുലേറ്റ്സ് ദ മാർജിനൽ കോസ്റ്റ് ആൻഡ് മാർജിനൽ റവന്യൂ ഫോർ ദി ഇൻഡസ്ട്രി. ഞാൻ പറഞ്ഞു ആദ്യം തന്നെ ഇൻഡസ്ട്രിയുടെ മൊത്തമായിട്ടുള്ളതാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂ, ഇൻഡസ്ട്രിയുടെ മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂം കാൽക്കുലേറ്റ് ചെയ്തു. MC is the marginal cost of industry and MC1, MC2 are the marginal cost of firm A and firm B respectively. Marginal cost of the industry is the total of the marginal cost of the 2 firms. അപ്പൊ ഇൻഡസ്ട്രിയുടെ മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എയുടെയും ബിയുടെയും ടോട്ടൽ ആണ് എന്ത്, ഇൻഡസ്ട്രിയുടെ മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാല്. ഓക്കെ, marginal revenue is the marginal revenue curve of the industry on the basis of industries MR and MC. ഇൻഡസ്ട്രിയുടെ മാർജിനൽ റവന്യൂ മാർജിനൽ കോസ്റ്റിന്റെ ബേസിസിൽ
ടോട്ടൽ ഔട്ട്പുട്ട് ഫോർ ദ ഇൻഡസ്ട്രി ഈസ് ഡിറ്റർമിൻഡ്. അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇൻഡസ്ട്രിയുടെ ടോട്ടൽ ഔട്ട്പുട്ട് നമ്മൾ ഡിറ്റർമിൻ ചെയ്യണം. ദെൻ ഈ ടോട്ടൽ ഔട്ട്പുട്ട് നമ്മൾ ആർക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു? അലോക്കേറ്റഡ് ടു ഫേം എ ആൻഡ് ഫേം ബി ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ഓൺ മാർജിനൽ കോസ്റ്റ്. അവരുടെ മാർജിനൽ കോസ്റ്റിന്റെ ബേസിസിൽ ഇതിൽ വന്നിരിക്കുന്ന ടോട്ടൽ ഔട്ട്പുട്ട് അവർക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്യുക. ദാറ്റ് ഇസ് അതാണ് എന്തിന്റെ ബേസ് പറയുന്നത്? കൊലൂസീവ് ഒലിഗോപ്പൊളി. Okay, the total output is then allocated between the member firms on the basis of their own marginal cost. അവരുടെ മാർജിനൽ കോസ്റ്റിന്റെ ബേസിസിൽ നമ്മളത് അലോക്കേറ്റ് ചെയ്യുന്നു. The industry is in equilibrium point at point E. ഇൻഡസ്ട്രിയിൽ ഇക്വിലിബ്രിയം പോയിന്റ് വന്നു. E that is MC is equal to MR എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ്. ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് OQ ആൻഡ് പ്രൈസ് QP എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈസ് വന്നു. ഓക്കെ, the share of each firm in the industry output OQ is determined at their on output which equates their individual MC with the industry's MC. അപ്പൊ ഇൻഡിവിജ്വൽ എംസിയും ഇൻഡസ്ട്രിയുടെ എംസിയും ജോയിൻ ചെയ്യുന്ന ഒരു പോയിന്റ് വെച്ചിട്ട് അവർ മാച്ച് ചെയ്യുന്ന ഒരു പോയിന്റ് വെച്ചിട്ട് എന്ത് ചെയ്യാണ്? അവര് അവരുടേതായിട്ടുള്ള കണ്ടുപിടിക്കുന്നു, ഔട്ട്പുട്ട് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വിലിബ്രിയം പോയിന്റ് നേരെ ഇവിടേക്ക് വരയ്ക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഫോം എയിലേക്കും ബിയിലേക്കും. ദെൻ അത് ജോയിൻ ചെയ്യുന്ന പോയിന്റുകളാണ്, അത് നമ്മുടെ MC കർവിലും അതൊക്കെ ജോയിൻ ചെയ്യുന്ന പോയിന്റുകളാണ് എന്തെന്ന് പറയുന്നത്? അവരുടെ ഇക്വിലിബ്രിയം പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ. കണ്ടോ, ഇവിടെ ഈ ഒരു ഇക്വിലിബ്രിയം പോയിന്റും മാർജിനൽ കോസ്റ്റും ജോയിൻ ചെയ്യുന്നതാണ് എന്ത്? E1 എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ് കിട്ടി ഫേം എയുടെ. അതുപോലെയാണ് ഇവിടുന്ന് നമ്മൾ വരച്ചിട്ടുള്ള ഇക്വിലിബ്രിയം പോയിന്റും ഇവരുടെ മാർജിനൽ കോസ്റ്റും കൂടി ജോയിൻ ചെയ്യുന്ന പോയിന്റ് ആണ് എന്ത്? E2 എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ്. ഓക്കെ, അപ്പൊ അങ്ങനെ E1 ആൻഡ് E2 ഡിറ്റർമിൻ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഓഫ് ഫേം എ ആൻഡ് ബി റെസ്പെക്ടീവ്ലി. ഫേം എയുടെയും ബിയുടെയും ഔട്ട്പുട്ട് ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? E1ഉം E2ഉം കൂടിയിട്ടാണ് അവരുടെ ഔട്ട്പുട്ട് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, ദ മാർക്കറ്റ് ഷെയർ ഓഫ് ഫേം എ ഇസ് ഡിറ്റർമിൻഡ് ബൈ അറ്റ് OQ1 ആൻഡ് ബിയുടെ OQ2ലാണ് അത് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇറ്റ് വുഡ് ബി നോട്ടഡ് ദാറ്റ് OQ1 പ്ലസ് OQ2 ഇസ് ഈക്വൽ ടു OQ. ഓക്കെ, ഇവരുടെ ടോട്ടൽ ഔട്ട്പുട്ട് നമ്മൾ ആർക്ക് കൊടുത്തു? എക്കും ബിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഫേം എ, ഫേം എയുടെ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് Q1 C1. ഓക്കെ, ഇവിടെയാണ് അവരുടെ കോസ്റ്റ് വരുന്നത്. Q1 C1 ആണ് കോസ്റ്റ് പെർ യൂണിറ്റ്. ബിയുടെയോ Q2 C2. ഇൻഡസ്ട്രീസ് നോട്ടഡ് എന്താണ്? OQ1 ആൻഡ് OQ2 രണ്ടും കൂടിയിട്ടുള്ളതാണ് ഇൻഡസ്ട്രിയുടെ, ദാറ്റ് ഈസ് OQ. അവരുടെ ടോട്ടൽ ആണത്. ദെൻ ടോട്ടൽ പ്രോഫിറ്റ് നമ്മൾ ഇതുപോലെ തന്നെ കമ്പ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അപ്പൊ മാക്സിമം പ്രോഫിറ്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയാണ് കൊലൂസീവ് ഒലിഗോപ്പൊളിയിൽ പറയുന്നത്. അതായത് ഇൻഡസ്ട്രിയുടെ മാർജിനൽ കോസ്റ്റ് മാർജിനൽ റവന്യൂവിന്റെ ബേസിസിൽ ഇൻഡസ്ട്രിയുടെ ടോട്ടൽ ഔട്ട്പുട്ട് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് on the basis of industries MR and MC. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് പറയുന്നത്. അതിൽ the total output for the industry is determined. The total output is then allocated between the member firms. എന്നിട്ട് നമ്മൾ ആ ടോട്ടൽ ഔട്ട്പുട്ട് മെമ്പർ ഫേംസിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ഓൺ മാർജിനൽ കോസ്റ്റ്. അവരുടെ മാർജിനൽ കോസ്റ്റിന്റെ ബേസിസിൽ അത് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഈ നമുക്ക് കിട്ടിയ ഇക്വിലിബ്രിയം പോയിന്റ് നമ്മൾ നേരിട്ട് വരച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഒരു പോയിന്റുകൾ MC ജോയിൻ ചെയ്യുന്ന പോയിന്റ് അവരുടെ ടോട്ടൽ ഔട്ട്പുട്ട്, ഇവിടെ MC ജോയിൻ ചെയ്യുന്ന പോയിന്റ് E2. അങ്ങനെ E1 ആൻഡ് E2 ആർ ദെയർ റെസ്പെക്റ്റീവ് ഔട്ട്പുട്ട് പോയിന്റ്. ഓക്കെ, ഇതാണ് കൊലൂസീവ് ഒലിഗോപ്പൊളി എന്ന് പറയുന്നത്. അപ്പൊ കൊലൂസീവ് ഒലിഗോപ്പൊളിയോട് കൂടി നമ്മുടെ ടോപ്പിക് കംപ്ലീറ്റ് ആയി, ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് ഒലിഗോപ്പൊളിയാണ്. ഒലിഗോപ്പൊളിയുടെ 3 ടൈപ്സ് ആണ് പറഞ്ഞത്: ഇൻഡിപെൻഡന്റ് പ്രൈസിംഗ്, പ്രൈസിംഗ് അണ്ടർ ലീഡർഷിപ്പ്, ദെൻ പ്രൈസിംഗ് അണ്ടർ കൊലൂഷൻ. കൊലൂഷനിലാണ് നമ്മൾ ഒലിഗോപ്പൊളി എന്ന് പറയുന്നത്. അപ്പോൾ ഒലിഗോപ്പൊളി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ മാർക്കറ്റ് സിറ്റുവേഷൻ ഇൻ വിച്ച് ദർ ആർ ഓൺലി ഫ്യൂ സെല്ലേഴ്സ് പ്രൊഡ്യൂസിംഗ് ഹോമോജീനസ് ഓർ ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്ട്സ്. അങ്ങനെയുള്ള ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ഒലിഗോപ്പൊളി എന്ന് പറയുന്നത്. ഒലിഗോപ്പൊളിയിൽ നമുക്ക് 3 ടൈപ്പ് മെത്തേഡ്സ് ഉണ്ട് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട്. അതിൽ ഫസ്റ്റ് വൺ ഇൻഡിപെൻഡന്റ് പ്രൈസിംഗ്, ദാറ്റ് ഇസ് സിംഗിൾ ഡിമാൻഡ് കർവ് നമ്മൾ പറഞ്ഞത്. സെക്കൻഡ് വൺ പ്രൈസിംഗ് അണ്ടർ ലീഡർഷിപ്പ്. തേർഡ് വൺ നമ്മൾ പറഞ്ഞത് കൊലൂസീവ് ഒലിഗോപ്പൊളി ഓർ പ്രൈസിംഗ് അണ്ടർ കൊലൂഷൻ. അപ്പൊ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ ഉള്ളത്. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റ് സിറ്റുവേഷൻസ് ആണ് പഠിച്ചത്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപോളി, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ, ദെൻ ഒലിഗോപോളി. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ലൈവ് ക്ലാസ്സിൽ കയറുമ്പോൾ ഡൗട്ട്സ് ഒക്കെ നമുക്ക് പറഞ്ഞുതരാം കേട്ടോ, ക്ലിയർ ചെയ്തുതരാം. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ടോപ്പിക് ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഓക്കെ, ബൈ.